നിയോഗത്താലി. പാർവതിയുടെ അച്ഛൻ അഥർവിന് കൈകൊടുത്തുകൊണ്ട് അവനോട് കാര്യമായിട്ട് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. അപ്പോഴേക്കും പാർവതിയുടെ അമ്മ വന്ന് ശ്രീനദയുടെ അടുത്തേക്ക് നിന്നു. ശ്രീനദയുടെ വിവാഹത്തിന് ശേഷമാണ് പ്രവീൺ പറഞ്ഞത് അവരറിയുന്നത് അവന് ശ്രീനദയോടൊരു പ്രണയമുണ്ടായിരുന്നുവെന്ന്. മറ്റൊരാളുടെ സിന്ദൂരവും താലിയും അണിഞ്ഞ് തന്റെ മകന് മുമ്പിൽ നിൽക്കുന്ന ആ പെണ്ണിനെ കാണി അവർക്കും എന്തോ വല്ലാത്തൊരു നഷ്ടബോധം അനുഭവപ്പെട്ടു. അതിനൊപ്പം തന്നെ പ്രവീണിന് ഇതൊക്കെ കൂടുതൽ കൂടുതൽ വേദന സമ്മാനിക്കുമല്ലോ എന്നോർത്തപ്പോൾ ആ അമ്മമ്മനും വല്ലാതെ വിഷമിച്ചു. കുറച്ചധികം നേരം അവർ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞിരുന്നു. പാർവതിയുടെ അച്ഛനോട് ഓരോരോ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടെങ്കിലും അഥർവിന്റെ കണ്ണുകൾ കൂടുതലും സഞ്ചരിച്ചത് പ്രവീണിലേക്കാണ്. ശ്രീനന്ദയെ നോക്കിക്കിടക്കുന്ന അവന്റെ കണ്ണുകൾ കണ്ടതും അഥർവിന് വല്ലാത്ത ദേഷ്യവും വാശിയും തോന്നി. ശ്രീനന്ദയാണെങ്കിൽ അതൊന്നും കാണാത്തതുപോലെ തന്നെ അവന്റെ അരികിൽ തന്നെയാണ് നിൽപ്പ്. കുറച്ചു നേരം സമയം കഴിഞ്ഞതും അഥർവ് ശ്രീനന്ദയെ വിളിച്ചു. നന്ദേ, നമുക്ക് ഇറങ്ങിയാലോ? അഥർവ് ചോദിച്ചതും ശ്രീനന്ദ ഫോണെടുത്ത് സമയം നോക്കി. കുറച്ചുകൂടി സമയം കഴിഞ്ഞിട്ട് പോയാ പോരെ അഥർവേട്ട? പാർവതിയോട് ഇനിയും സംസാരിച്ച് മതിയായില്ലെന്നതുപോലെ ശ്രീനന്ദ പറയുമ്പോൾ അഥർവിന് എതിർക്കാൻ കഴിഞ്ഞില്ല. പിന്നെയും കുറച്ചുനേരം അവരവിടെ തന്നെ ചെലവഴിച്ചു. ശേഷം എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് പോകാനിറങ്ങി. ആ മുറിയിൽ നിന്ന് പുറത്തെ ഇടനാഴിയിലേക്ക് ഇറങ്ങിയപ്പോൾ അത്ര നേരവും വിശപ്പുക ശ്വസിച്ചിട്ട് പെട്ടെന്ന് ശുദ്ധവായു ലഭിച്ച ഒരു ഫീലായിരുന്നു അഥർവിന്. ഓരോ തവണയും ശ്രീനന്ദയെ നോക്കുന്ന പ്രവീണിന്റെ കണ്ണുകളിൽ തെളിഞ്ഞു കണ്ട നഷ്ടബോധം അഥർവിനെ അത് വല്ലാണ്ട് ശ്വാസം മുട്ടിച്ചിരുന്നു. തന്റെ പെണ്ണിനെ ഇനി ഒരു ജന്മത്തിലും മറ്റാർക്കും വിട്ടുകൊടുക്കില്ലെന്ന വാശിയോട് അഥർവ് താഴേക്ക് നടക്കും വഴി ശ്രീനന്ദയുടെ കയ്യിൽ വിരൽ കോർത്ത് പിടിക്കാൻ ശ്രമിച്ചു. അവൾ ആ കൈ തട്ടിമാറ്റി. എടോ, ഞാനതൊക്കെ ചുമ്മാ പറഞ്ഞതല്ലേ? തന്റെ മനസ്സിൽ ഇപ്പോഴും അക്കാര്യമാണോ? വിട്ടി കളപെണ്ണേ, അവൻ നന്ദയെ നോക്കി പറഞ്ഞു. ശ്രീനന്ദ അവനെ കേൾക്കാത്തതുപോലെ മുൻപേ നടന്നതും അഥർവ് അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ച് അവനോട് ചേർത്ത് നിർത്തി. ശ്രീനന്ദയുടെ കണ്ണുകൾ 4 പാടും പാഞ്ഞു. ഇത് ഹോസ്പിറ്റലാണ്. അതും പറഞ്ഞുകൊണ്ടവൾ അവനിൽ നിന്ന് പിടഞ്ഞു മാറാൻ ശ്രമിച്ചതും അവന്റെ കൈകൾ കൂടുതൽ ശക്തിയോടെ അവളുടെ കൈകളിൽ പിടിച്ചു. പിന്നെ അവൾ അവനെ തട്ടിമാറ്റാനൊന്നും ശ്രമിച്ചില്ല. പതിയെ അവനോടൊപ്പം മുന്നോട്ട് നടന്നു. മുന്നോട്ട് നടക്കുമ്പോൾ ഇരുവരിലും അവർ പോലും അറിയാതെ ഒരു പുഞ്ചിരി മുട്ടിട്ടു. പിന്നീട് അവരിരുവരും നേരെ പോയത് ശ്രീനന്ദയുടെ അമ്മാവിന്റെ കടയിലേക്കാണ്. ഹോസ്പിറ്റലിൽ നിന്ന് നല്ല ദൂരമുണ്ടായിരുന്നു അങ്ങോട്ട്. കടയുടെ മുമ്പിൽ തന്നെ അഥർവ് കാറ് നിർത്തി. യാത്രയിലുടനീളം ശ്രീനന്ദയുടെ ഉള്ളിൽ വല്ലാത്തൊരു ടെൻഷനായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ അവരവിടെ ചെന്നപ്പോ കടയിൽ അമ്മാവനുണ്ടായിരുന്നില്ല. ഒരു ജോലിക്കാരൻ മാത്രമാണ് ഉണ്ടായിരുന്നത്. ചേട്ടാ, സജീവമാവനില്ലേ? അവൾ മെല്ലെ ചോദിച്ചു. സജീവൻ ചേട്ടൻ വീട്ടിലേക്ക് പോയല്ലോ മോളെ. ചെറിയ തലവേദന ഉണ്ടെന്ന് പറഞ്ഞു. ഇനി എപ്പോ വരും? അതേപ്പറ്റി പറഞ്ഞായിരുന്നോ? ഇന്നിനി കടയിലേക്ക് വരില്ലെന്നാ പറഞ്ഞത്. ആ ജോലിക്കാരൻ മറുപടി നൽകി. അത് കേട്ടതും ശ്രീനന്ദയുടെ മുഖം വാടി. നിരാശയോടെ കാറിലേക്ക് വന്നു കയറുന്ന അവളെ അഥർവ് സൂക്ഷിച്ചു നോക്കി. എന്തു പറ്റി നന്ദേ? എന്താ മുഖമൊക്കെ വല്ലാണ്ട് വാടിപ്പോയത്? അതുവിനെ ഏട്ടാ, അമ്മാവൻ കടയിലില്ല, വീട്ടിലേക്ക് പോയിന്ന്. തലവേദനയായിരുന്നു എന്നാണ് കടയിൽ നിൽക്കുന്ന ചേട്ടൻ പറഞ്ഞത്. ആണോ? വീട് ഇവിടുന്ന് ഒരുപാട് ദൂരെയാണോ? അഥർവ് പെട്ടെന്ന് ചോദിച്ചതും ശ്രീനന്ദയുടെ ഉള്ളിൽ ഒരു കൊള്ളിയാൻ മിന്നി. ഏയ്, നമുക്ക് വീട്ടിലേക്കൊന്നും പോകേണ്ട, കുഴപ്പമില്ല. എന്തൊക്കെയോ ഓർമ്മകൾ വേട്ടയാടുന്നതുപോലെ അവൾ പരിഭ്രമത്തോടെ പറഞ്ഞു. എടോ, നമ്മൾ അമ്മാവനെ കാണാൻ വേണ്ടി ഇത്രയും ദൂരം വന്നതല്ലേ? പിന്നെ വന്നിട്ട് കാണാതെ പോകുന്നത് എങ്ങനെയാ? വഴി പറഞ്ഞു തരൂ, നമുക്ക് വീട്ടിലേക്ക് പോകാം. തനിക്ക് എല്ലാരെയും ഒന്ന് കണ്ടിട്ട് വരികയും ചെയ്യാം. അഥർവിന്റെ സ്നേഹത്തോടെയുള്ള നിർബന്ധത്തിന് മുന്നിൽ മറുപടിയില്ലാതെ ഒടുക്കം അവൾ സമ്മതിച്ചു. അത് വേണോ ഏട്ടാ? എന്താടോ, എന്തേലും പ്രശ്നമുണ്ടോ? ഇല്ല, ഏട്ടന് ബുദ്ധിമുട്ടാവില്ലേ? എനിക്കെന്ത് ബുദ്ധിമുട്ട്? ചുമ്മാ പോയിട്ട് വരാടോ. ശ്രീനന്ദ പറഞ്ഞു കൊടുത്ത വഴിയിലൂടെ കാറ് മുന്നോട്ട് നീങ്ങി. ഒടുക്കം ആ പഴയ തറവാടിന് മുമ്പിൽ കാറ് ചെന്ന് നിന്നത് ശ്രീനന്ദയുടെ നെഞ്ച് ക്രമം തെറ്റി പിടയ്ക്കാൻ തുടങ്ങി. അകാരണമായ ഭയവും വെപ്രാളവും അവളെ വരിഞ്ഞു മുറുക്കി. അവളുടെ മുഖത്തെ മാറ്റങ്ങൾ കണ്ട് അഥർവ് അവളെ മെല്ലെ കയ്യിൽ തട്ടി വിളിച്ചു. എന്തു പറ്റി നന്ദാ? താനെന്താ ഇത്ര നെർവസ് ആവുന്നത്? ഏയ്, ഒന്നുമില്ലേട്ടാ, നമുക്കിറങ്ങാം. പരിഭ്രമം പുറത്ത് കാണിക്കാതെ പറഞ്ഞ് അവൾ ധൃതിയിൽ പുറത്തേക്ക് ചാടിയിറങ്ങി. അതേസമയം തന്നെ അഥർവിന് പ്രധാനപ്പെട്ട ഒരു ബിസിനസ് കോൾ വന്നു.
നന്ദ, ഞാൻ ഈ കോളൊന്ന് അറ്റൻഡ് ചെയ്തിട്ട് വരാം. താൻ അകത്തേക്ക് കയറി അമ്മാവനെ കണ്ടോളൂ എന്ന് പറഞ്ഞ് അവൻ മുറ്റത്തേക്ക് നടന്നു. ശ്രീനന്ദയ്ക്കത് വലിയൊരു ആശ്വാസമായിരുന്നു. അവൾ പതിയെ അകത്തേക്ക് കയറി ചെന്നു. പക്ഷെ അകത്തേക്ക് കയറി ചെന്ന അവള് ആദ്യം കണ്ടത് സാക്ഷിയാണ്. ഫോണിൽ നോക്കി താഴേക്ക് വരികയായിരുന്നു സാക്ഷി. അവളെ കണ്ടത് ഞെട്ടി. ഒപ്പം മുഖത്ത് ദേഷ്യം ഇരച്ചു കയറി. നീയോ? നീ എന്താ ഇവിടെ? നിന്നെ ഇവിടുന്ന് പടിയടിച്ച് പിണ്ടം വെച്ചതല്ലേ? പിന്നെ നീ എന്തിനാടി ഇങ്ങോട്ട് വലിഞ്ഞു കയറി വന്നത്? മൂദേവി! സാക്ഷി അമർഷത്തോടെ അലറി. ഈ ബഹളം കേട്ടുകൊണ്ടാണ് അടുക്കളയിൽ നിന്ന് സിന്ധു ഹോളിലേക്ക് വന്നത്. ശ്രീനന്ദയെ കണ്ടതും സിന്ധുവിനും കോപം അടക്കാനായില്ല. അന്ന് ഇന്ദിര തന്ന അടിയുടെ വേദനയും സ്വന്തം കവൾ ഇപ്പോഴും പുകയുന്നത് പോലെ അവർക്ക് തോന്നി. അതീവ ദേഷ്യത്തോടെ അവർ ശ്രീനന്ദയ്ക്ക് നേരെ പാഞ്ഞെടുത്തു. ഒരുമ്പെട്ടോള് പിന്നെയും വന്നോ? പക്ഷേ ശ്രീനന്ദ ഇത്തവണ ഒരടി പോലും പിന്നോട്ട് മാറിയില്ല. സർവ്വധൈര്യവും സംഭരിച്ച് അവൾ ചോദിച്ചു, അമ്മാവൻ ഇവിടെ ഇല്ലേ? ഓ, അമ്മാവനെ കാണാതിരിക്കാൻ നിനക്ക് പറ്റുന്നില്ലല്ലേ? ചൂട് വേണോടി നിനക്ക്? സിന്ധു മറ്റെന്തൊക്കെയോ അർത്ഥം വെച്ച് പരിഹസിച്ചതും ശ്രീനന്ദയുടെ നെറ്റി ചുളിഞ്ഞു. നിങ്ങൾക്ക് നാണമില്ലേ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ? നിങ്ങളുടെ മകളുടെ പ്രായമല്ലേ ഉള്ളൂ എനിക്കും. എന്നിട്ട് എന്നെ കാണുമ്പോ നിങ്ങളുടെ നാവിൽ നിന്ന് എങ്ങനെയാ ഇങ്ങനെയുള്ള ദുഷിപ്പുകൾ വരുന്നത്? ശ്രീനന്ദ അരിശത്തോടെ തിരിച്ചു ചോദിച്ചു. തൽക്കാലം നീ എന്നെ മര്യാദ പഠിപ്പിക്കാൻ വരേണ്ട. ഇറങ്ങടി പുറത്തോട്ട്! സിന്ധു അലറി. ഞാൻ അമ്മാവനെ കാണാൻ വേണ്ടിയാ വന്നത്. അമ്മാവനെ കണ്ടിട്ട് ഞാൻ പെട്ടെന്ന് പോയിക്കോളാം. ശ്രീനന്ദ തറപ്പിച്ചു പറഞ്ഞതോടെ സിന്ധു അല്പം പതറി. അകത്ത് കിടന്നുറങ്ങുന്ന സജീവൻ ഈ ശബ്ദം കേട്ട് ഉണരുമോ എന്ന് അവർ ഭയന്നു. അപ്പോഴാണ് പുറത്തെ ബഹളം കേട്ട് സംഗീത അങ്ങോട്ട് വന്നത്. ശ്രീനന്ദയെ കണ്ടതും അവളുടെ മുഖത്തും ദേഷ്യം നിറഞ്ഞു. ഇവളെ എന്തിനാമേ പിന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? ഇവിടെ മറ്റവന്റെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കിയതാണോ? ദേ നോക്ക് ശ്രീനന്ദേ, നിന്നെ കൂടി ഇവിടെ താമസിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല. വന്ന വഴിക്ക് പൊയ്ക്കോ. സംഗീതയുടെ പരിഹാസം കേട്ടപ്പോ ശ്രീനന്ദയുടെ മുഖത്ത് പുച്ഛമാണ് നിറഞ്ഞത്. എന്നെ ആരും അവിടുന്ന് പറഞ്ഞു വിട്ടിട്ടില്ല, അടിച്ചിറക്കിയിട്ടുമില്ല. ഞാൻ എന്റെ അമ്മാവനെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാ, അവൾ മറുപടി നൽകി. അപ്പോഴാണ് അമ്മയും മക്കളും ശ്രീനന്ദയുടെ രൂപം ശ്രദ്ധിക്കുന്നത്. നെറുകി സിന്ദൂരവും കഴുത്തിൽ താലിയും അണിഞ്ഞ് മുൻപത്തേക്കാൾ ഏറെ പ്രൗഢിയോടെയാണ് അവൾ നിൽക്കുന്നത്. അവൾ ചെന്ന് കയറിയ വീട്ടിൽ അതീവ സന്തോഷവതിയാണെന്ന് ആ വേഷം വിളിച്ചോതുന്നുണ്ടായിരുന്നു. അത് കണ്ടപ്പോ സിന്ധുവിന്റെ ഉള്ളിൽ വീണ്ടും വെറുപ്പ് നിറഞ്ഞു. പെട്ടെന്നാണ് സംഗീതയുടെ കണ്ണുകൾ പുറത്തേക്ക് നീണ്ടത്. അവിടെ മുറ്റത്ത് കിടക്കുന്ന ആ ലക്ഷറി കാറ് അവൾ കണ്ടു. എന്തോ പറയാൻ തുടങ്ങിയ സിന്ധുവിന്റെ കയ്യിൽ അമർത്തി പിടിച്ചവൾ രഹസ്യമായി പറഞ്ഞു, അമ്മേ, ആ കാറ് കണ്ടോ? എനിക്ക് തോന്നുന്നു അവളുടെ കൂടെ ആ വീട്ടില് മറ്റാരോ കൂടി വന്നിട്ടുണ്ടെന്ന്. അതോടെ സിന്ധു പെട്ടെന്ന് ഭാവം മാറ്റി. നീ ഒറ്റയ്ക്കാണോ വന്നത് എന്നവർ രൂക്ഷമായി അവളോട് ചോദിച്ചു. അല്ല, ഏട്ടനും കൂടിയുണ്ട്, ശ്രീനന്ദ മറുപടി നൽകി. ഇനിയെങ്കിലും എല്ലാം കൂടി മര്യാദയ്ക്ക് നിൽക്കട്ടെ എന്ന് കരുതിയാണ് അവൾ അങ്ങനെ പറഞ്ഞത്. അത് കേട്ടതും സംഗീതയുടെ ചുണ്ടിൽ ഒരു ഗൂഢമായ ചിരി വിരിഞ്ഞു. അവൾ വേഗം അകത്തേക്ക് വലിഞ്ഞു. സാക്ഷി അത് കൃത്യമായി ശ്രദ്ധിച്ചു. ഇട്ടിരുന്ന വേഷം മാറി മുടിയൊക്കെ ഭംഗിയായി ചീകി ഒതുക്കി, നെറ്റിയിൽ പൊട്ടുതൊട്ട്, ചുണ്ടിൽ അല്പം ലിപ്സ്റ്റിക്കും പുരട്ടി അവൾ അതീവ സുന്ദരിയായി ഉമ്മറത്തേക്ക് വന്നു നിന്നു. അതിർവിനെ ആകർഷിക്കുവാനായിരുന്നു അവളുടെ ആ ഒരുക്കം. സാക്ഷി ഇതൊക്കെ കണ്ട് അവളെ ഒന്ന് ഇരുത്തി നോക്കുന്നുണ്ടായിരുന്നു. അമ്മായി, എനിക്ക് അമ്മാവിനെ ഒന്ന് കണ്ടാൽ മാത്രം മതി. ഒരു 5 മിനിറ്റ് സംസാരിച്ചിട്ട് ഞാൻ പോയിക്കോളാം. അല്ലാതെ നിങ്ങൾ വിചാരിക്കും പോലെ ഇവിടെ താമസിച്ച ആധിപത്യം സ്ഥാപിക്കാനൊന്നും വന്നതല്ല ഞാൻ എന്ന് ശ്രീനന്ദ ശബ്ദം താഴ്ത്തി പറഞ്ഞു. ഡി സാക്ഷി, പോയി അച്ഛനെ വിളിക്ക്. അവള് പറയാനുള്ളത് പറഞ്ഞിട്ട് പോട്ടെ. സിന്ധു അലസതയോടെ പറഞ്ഞതു. സാക്ഷി സജീവൻ കിടക്കുന്ന മുറിയിലേക്ക് നടന്നു. ക്ഷീണം കാരണം നല്ല ഉറക്കത്തിലായിരുന്നു സജീവൻ. തലവേദനയ്ക്കുള്ള ഗുളിക കഴിച്ച് കിടന്നതുകൊണ്ട് വെളിയിൽ നടന്ന ബഹളമൊന്നും അയാൾ കേട്ടില്ല. അതുകൊണ്ട് തന്നെ സാക്ഷി 2-3 വട്ടം വിളിച്ച ശേഷമാണ് അയാൾ കണ്ണു തുറന്നത്. അച്ഛാ, അച്ഛനെ കാണാൻ അവൾ വന്നു നിൽക്കുന്നു, സാക്ഷി അലസമായി പറഞ്ഞപ്പോൾ. ആര്? സജീവൻ പെട്ടെന്ന് ചോദിച്ചു. ആ ശ്രീനന്ദ. സാക്ഷി പറഞ്ഞതും സജീവൻ കിടക്കയിൽ നിന്ന് ചാടിപ്പിടഞ്ഞെഴുന്നേറ്റു. എന്റെ കുട്ടി വന്നോ? ഒരൊറ്റ ചോദ്യത്തോടെ ഉമ്മറത്തേക്ക് ഓടി വന്നു. മാസങ്ങൾക്ക് ശേഷം അവളെ കണ്ട സന്തോഷത്തിൽ സജീവൻ അവളെ ചേർത്ത് പിടിച്ചു. അവളുടെ മുടിയിലും കവളിലും തലോടി. സിന്ധുവിന്റെ മുഖം കുട്ട പോലെ വീർത്തു വന്നു സജീവിന്റെ ആ പ്രവൃത്തി കണ്ടിട്ട്. മോളെ, നിനക്കവിടെ സുഖമല്ലേ? അയാൾ ആകാംക്ഷയോട് ചോദിച്ചു. സുഖമാണ് മാമ, എല്ലാരും നല്ല ആളുകളാ. എന്നോട് വലിയ സ്നേഹാണ്. ശ്രീനന്ദ സന്തോഷത്തോടെ വിശേഷങ്ങൾ പങ്കുവച്ചു. ഇത് കേട്ട് സിന്ധുവിനും മക്കൾക്കും ദേഷ്യം വന്നെങ്കിലും
അവരൊന്നും മിണ്ടിയില്ല. കാരണം സജീവനിപ്പോ പഴയതുപോലെയല്ല, പ്രതികരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. മോൾ ഒറ്റയ്ക്കാണോ വന്നത്? കൂടെ ആരും വന്നില്ലേ? സജീവൻ ചുറ്റും നോക്കി ചോദിച്ചു. ഏട്ടൻ വന്നിട്ടുണ്ട് അമ്മാവ. ഒരു ബിസിനസ് കോൾ വന്നപ്പോ സംസാരിക്കാൻ പുറത്തു നിൽക്കുക, ശ്രീനന്ദ പറഞ്ഞു. അത് കേട്ടപ്പോ സിന്ധുവും സാക്ഷിയും പുച്ഛത്തോടെ മുഖം ചിരിച്ചു. സംഗീതയാകട്ടെ അതർവിന്റെ വരവും കാത്ത് ആർത്തിയോടെ ഉമ്മറത്തേക്ക് നോക്കി നിൽക്കുവാണ്. പെട്ടെന്ന് സിന്ധു വീണ്ടും അലറി. ഡി, അമ്മാവനെ കാണാനല്ലേ നീ വന്നത്? കണ്ടു കഴിഞ്ഞു. ഇനി വന്ന കാര്യം നിൽക്കാതെ വേഗം ഇറങ്ങി പോകാൻ നോക്ക്. ദേഷ്യത്തോടെ സിന്ധു പറഞ്ഞതും ശ്രീനന്ദ കൂടുതൽ സജീവന്റെ അരികിലേക്ക് ചേർന്ന് നിന്നോ. അയാൾ സിന്ധുവിനെ തറപ്പിച്ചു നോക്കി. സിന്ധു വായടച്ചു വെക്ക്. ആ പയ്യൻ കേട്ടാ നാണക്കേടാകും കേട്ടോ. സജീവൻ അലറിയതും സിന്ധു രണ്ടടി പിന്നിലേക്ക് മാറി നിന്നു. ഓ, നിനക്ക് അയാളെ കാണാതിരിക്കാൻ പറ്റുന്നുണ്ടാവില്ലല്ലേ? അവർ ചുണ്ടിനടിയിൽ വെച്ച് പിറുപിറുത്തത് സജീവൻ കൃത്യമായി കേട്ടു. ഇനി നിന്റെ നാവിൽ നിന്നൊരക്ഷരം വീണാൽ പിഴുതൊടുക്കും ഞാൻ ആ നാവ്. ഓ പിന്നെ, നിങ്ങളെന്നെ പേടിപ്പിക്കൊന്നും വേണ്ട. ഈ സിന്ധു അങ്ങനെ പേടിക്കില്ല താനും. ഈ നശൂല് ഇറങ്ങിപ്പോയ ശേഷമാണ് സമാധാനം. നിങ്ങൾക്ക് എന്നേക്കാൾ പ്രിയം ഇവളോടല്ലായിരുന്നു മനുഷ്യ. എന്നിട്ട് ഞാൻ എന്തേലും പറഞ്ഞാൽ അതായി കുറ്റമല്ലേ? ഡി, മിണ്ടാതെ പോടി നീ. സജീവന് ദേഷ്യം നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. അയാൾ മുഷ്ടി ചുരുട്ടി ഭാര്യയെ നോക്കി. സിന്ധു, എടി നാവടക്കടി. എന്റെ കൈക്ക് വെറുതെ പണിയുണ്ടാക്കരുത് കേട്ടോ. അയാൾ അവർക്ക് താക്കീത് നൽകുന്നത് പോലെ പറഞ്ഞു. സിന്ധുവിന്റെ ആക്രോശം അവസാനിക്കുന്നതിന് മുൻപ് തന്നെയായിരുന്നു അതർവകത്തേക്ക് കയറി വന്നത്. സിന്ധുവിന്റെ മുഖത്തെ ഞെട്ടൽ കണ്ടതും ശ്രീനന്ദയും വല്ലാത്തൊരു ഭയത്തോടെ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കി. അതർവിന്റെ മുഖത്തെ ഭാവങ്ങൾ വ്യക്തമാക്കുന്നുണ്ടായിരുന്നു. സിന്ധു പറഞ്ഞ ആ ദുഷിച്ച വാക്കുകളെല്ലാം അവൻ കൃത്യമായി കേട്ടിട്ടുണ്ടെന്ന്. തന്റെ ഭർത്താവിന് മുമ്പിൽ നാണം കെട്ട് നിൽക്കേണ്ടി വന്ന അവസ്ഥയിൽ അവനോടിനി എന്തു പറയണമെന്നറിയാതെ തരിച്ചു നിൽക്കുകയാണ് ശ്രീനന്ദ. അതർവ അവളുടെ അടുത്തേക്ക് നടന്നെടുത്തു. അവന്റെ അതിരങ്ങളിൽ സ്വതവേ കാണാറുള്ള പുഞ്ചിരിയൊന്നും ഇപ്പോഴില്ല. അത് നന്ദയെ കൂടുതൽ ഭയപ്പെടുത്തി. ഏട്ടാ, അതർവിനെ വിളിച്ചുകൊണ്ട് നന്ദ പെട്ടെന്ന് സജീവന്റെ അരികിൽ നിന്നും അവന്റെ അടുത്തേക്ക് നടന്നു. ഒരു കൈകൊണ്ട് അവളെ ചേർത്ത് പിടിച്ചു അതർവ്. ഇഷ്ടമാകുന്നുണ്ടോ? നന്ദയെപ്പറ്റി അതർവ് അറിയട്ടല്ലേ. പാവം നമ്മുടെ നന്ദ. കഥ ഇഷ്ടമായെങ്കിൽ എന്നും തരുന്ന പോലെ സപ്പോർട്ട് വേണം. പിന്നെ പനിയാണ്, അതിന്റെ കുറവുകളുണ്ടെന്നറിയാം. എല്ലാരും ക്ഷമിക്കണേ. സ്നേഹത്തോടെ, സ്വന്തം മിത്രം. താങ്ക് യു.